ഇപ്പോൾ ബി ദിലീപ് കുമാർ ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, CPM-നെ സംബന്ധിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും എത്ര വലിയൊരു സാന്നിധ്യത്തിൻ്റെ വിടവാങ്ങലാണ് ഈ യെച്ചൂരിയുടെ അന്ത്യത്തോടെ സംഭവിക്കുന്നത്? വേണു, സീതാറാം യെച്ചൂരിയുടെ വേർപാട് ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ വലിയ നഷ്ടമാണെന്ന് പറയേണ്ടി വരും. കാരണം വളരെ അനിതര സാധാരണമായ ഒരു നേതൃപാഠവുമാണ് സീതാറാം യെച്ചൂരി പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ കാര്യത്തിൽ, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇതര സർക്കാരുകൾ വരുന്ന കാര്യത്തിൽ, BJP ഇതര സർക്കാരുകൾ വരുന്ന കാര്യത്തിലൊക്കെ ഒരു വളരെ പ്രാഗൽഭ്യത്തോടുകൂടി, നേരത്തെ അത് ഐക്യമുന്നണി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം VP സിംഗ് സർക്കാരിനെ കൊണ്ടുവരുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഹർകിഷൻ സിംഗ് സുർജിത്ത് അടക്കമുള്ള നേതാക്കൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തെ കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്ന് വിശേഷിപ്പിക്കുന്നതാകും ഉചിതം. പ്രകാശ് കാരാട്ട്, ഏതാണ്ട് സമകാലികരായിരുന്നു പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും. പ്രകാശ് കാരാട്ട് പലപ്പോഴും ഈ തത്വശാസ്ത്രത്തിന് അല്ലെങ്കിൽ CPM-ൻ്റെ കുറച്ചുകൂടി ടഫായിട്ടുള്ള കൂടുതൽ കടുത്ത നിലപാടുകൾക്ക് അത്തരം നിലപാടുകളാണ് പ്രകാശ് കാരാട്ട് സ്വീകരിച്ചിരുന്നതെങ്കിൽ കുറച്ചുകൂടി പ്രായോഗികമായ രാഷ്ട്രീയമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെയാണ് അത് സർക്കാരുകളുടെ കാലത്തൊക്കെ, കോൺഗ്രസ് ഇതര BJP ഇതര സർക്കാരുകളുടെ കാലത്ത്, അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാരുകൾ വന്നപ്പോൾ, UPA സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ സുർജിത്ത് സ്വീകരിച്ചിരുന്ന നയമായിരുന്നു പിന്നീട് സീതാറാം യെച്ചൂരിക്കും ഇത്തരം ചർച്ചകൾക്ക് പോകുന്നതിന്, മറ്റു സഖ്യകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനൊക്കെ സഹായകമായിട്ടുള്ളത്. അത് CPIM-ൻ്റെയോ CPI-യുടെയോ അല്ലെങ്കിൽ ഒരു ഇടതു പാർട്ടികളുടെ വേദിയിൽ മാത്രം ഒതുക്കാവുന്ന നേതാവായിരുന്നില്ല സീതാറാം യെച്ചൂരി. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള, അവർക്കൊക്കെ പലപ്പോഴും പല ഘട്ടങ്ങളിലും അവർക്ക് വേണ്ടത്ര ഉപദേശങ്ങളൊക്കെ നൽകിയിരുന്ന നേതാവാണ്. അത് അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല, തൊട്ടടുത്ത നേപ്പാളിൽ പോലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള നേതാക്കളുമായിട്ടുള്ള, പ്രചണ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള പരിചയം അത് വളരെ സഹായകമായിരുന്നു ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്. അങ്ങനെ ഒരു പ്രായോഗിക രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ ഒരു തികഞ്ഞ മതനിരപേക്ഷ സമീപനം, ഇതൊക്കെയായിരുന്നു സീതാറാം യെച്ചൂരിയിൽ കണ്ടിരുന്നത്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാവുന്നയാളായിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹം ഒരു കടുത്ത ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. കടുത്ത നിലപാടായിരുന്നു ആ കുടുംബത്തിൻ്റേത്. പക്ഷേ അത്തരം ആ സമുദായത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാൻ സീതാറാം യെച്ചൂരി തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുന്നത് തന്നെ തെലങ്കാന സമരം കൊടുമ്പിരി കൊള്ളുകയും അദ്ദേഹത്തിന് അവിടെ ഹൈദരാബാദിൽ പഠിക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോഴാണ് 10ാം ക്ലാസ്സിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുന്നത്. അവിടെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനകാലത്തുടനീളം തന്നെ പഠനത്തിൽ 1ാം സ്ഥാനം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അത് ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പഠനകാലത്താകട്ടെ, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പഠനകാലത്താകട്ടെ ഒക്കെ എല്ലായ്പ്പോഴും അദ്ദേഹം പഠനത്തിൽ ഒന്നാമതായിരുന്നു. ഇതിനിടയിലാണ് 75-ൽ അദ്ദേഹം SFI-യുമായി അടുക്കുന്നത്. അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പഠനം, അതോടൊപ്പം തന്നെ അവിടെയുള്ള സഹപ്രവർത്തകരുടെ, സുഹൃത്തുക്കളുടെയൊക്കെ ഒരുപക്ഷെ പ്രേരണയുണ്ടാകാം, അല്ലെങ്കിൽ അന്നത്തെ മാർക്സിയൻ ദർശനങ്ങളുടെ സ്വാധീനം, ഇതൊക്കെയാണ് സീതാറാം യെച്ചൂരിയെ SFI-യുമായി അടുപ്പിച്ചത്. SFI-യുടെ നേതൃത്വത്തിലേക്ക് സീതാറാം യെച്ചൂരി വരികയും ഏതാണ്ട് 3 തവണ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ അധ്യക്ഷനായി, സർവകലാശാല യൂണിയൻ്റെ അധ്യക്ഷനായി അദ്ദേഹം 3 തവണ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ EMS ആണ് ഒരു പൂർണ്ണസമയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് സീതാറാം യെച്ചൂരിയെ കൊണ്ടുവരുന്നത്. അത് നേരത്തെ പ്രകാശ് കാരാട്ടിൻ്റെ കാര്യത്തിൽ AKG ആയിരുന്നെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ കാര്യത്തിൽ EMS ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയായിരുന്ന നേതാവ്. സീതാറാം യെച്ചൂരി ഏതെങ്കിലും ഒരു സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലോ ഒന്നും CPIM-ൻ്റെ നേതൃത്വപരമായ പദവി വഹിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ അദ്ദേഹം 32ാമത്തെ വയസ്സിൽ CPIM-ൻ്റെ പരമോന്നത സമിതിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം ക്ഷണിതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആദ്യം 32ാമത്തെ വയസ്സിൽ. 40ാമത്തെ വയസ്സിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. 92-ലാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത്. പിന്നീട് ഈ പ്രകാശ് കാരാട്ടിന് ശേഷം CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയായി
മാറുകയും ചെയ്തു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ ഈ കാലത്താണ് ഈ ഐക്യമുന്നണി സർക്കാരിൻ്റെ കാലത്ത് പൊതു മിനിമം പ്രകടന പത്രിക എന്ന നിലയിലേക്ക് മാറിയപ്പോൾ അന്ന് പി ചിദംബരത്തോടൊപ്പം ചേർന്ന് ആ മുന്നണിക്ക് വേണ്ടി ഈ പൊതു പ്രകടന പത്രിക തയ്യാറാക്കിയത് സീതാറാം യെച്ചൂരിയായിരുന്നു. അത് പിന്നീട് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാർ ആണവ കരാറുമായി മുന്നോട്ട് പോയപ്പോൾ ആ കരാറിനെ തുടർന്ന് ആണവ കരാറുമായി മുന്നോട്ട് പോകുമെന്ന് മൻമോഹൻ സിംഗ് പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാരിന് ഇടതു പാർട്ടികൾ പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഓർമ്മകളിലുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പ്രകാശ് കാരാട്ട് കടുത്ത നിലപാട് സ്വീകരിക്കുന്നില്ല, അതോടെ സീതാറാം യെച്ചൂരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ നിലയിലേക്ക് പോകില്ലായിരുന്നു, കേന്ദ്ര സർക്കാരിന് പിന്തുണ പിൻവലിക്കില്ലായിരുന്നു എന്നൊക്കെ കരുതുന്ന നിരവധി പേർ മറ്റു പാർട്ടികളിലുണ്ട്. ഏതായാലും അത് ഈ മറ്റു പാർട്ടികളിലെ നേതാക്കളെ കൂടി, അത് മുലായം സിംഗ് യാദവ് ആകട്ടെ, ലാലു പ്രസാദ് യാദവ് ആകട്ടെ, മായാവതി ആകട്ടെ, അങ്ങനെയുള്ള നേതാക്കളെ ഒക്കെ തന്നെ ചേർത്തു നിർത്തുന്നതിന് സീതാറാം യെച്ചൂരി അസാധാരണ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ മതനിരപേക്ഷ ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുക, ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മതനിരപേക്ഷ സഖ്യം നിലനിർത്തുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സീതാറാം യെച്ചൂരി പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് പോലും CPIM ഈ മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിൽ പോലും ആ മുന്നണിയുടെ ഭാഗം എന്ന നിലയിൽ, അതായത് ആ മുന്നണിയുടെ ഒരു ഭാഗമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നിപ്പിക്കും വിധമുള്ള ഇടപെടലുകളാണ് സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ മുന്നണി രൂപീകരണം അടക്കമുള്ള കാര്യത്തിൽ സീതാറാം യെച്ചൂരി വളരെ സജീവമായിരുന്നു. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ വരണം എന്ന ആഗ്രഹക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പൊടുന്നനെ വന്ന ന്യൂമോണിയയാണ് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തിയത്. CPIM-നെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണിതെന്ന് പറയാതെ വയ്യ. നേരത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം. ബംഗാളിൽ നിന്നാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് CPIM കൊണ്ടുവന്നത്. ബൃന്ദാ കാരാട്ടും ആ രാജ്യസഭയിൽ അംഗമായിരുന്നു. അന്ന് കേന്ദ്ര നിയമമന്ത്രി അരുൺ ജെയ്റ്റ്ലി, അതായത് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത്, BJP സർക്കാരിൻ്റെ കാലത്ത് അന്ന് നിയമമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ സീതാറാം യെച്ചൂരിയുടെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാംഗത്വ കാലാവധി കഴിഞ്ഞപ്പോൾ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം, ആ പ്രസംഗത്തിൽ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് യെച്ചൂരി തനിക്ക് ഈ സഭയിലേക്ക് ഒരിക്കൽ കൂടി വരണം എന്നാഗ്രഹിക്കുന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ ഈ ഓരോ നിയമനിർമ്മാണങ്ങളിലാകട്ടെ രാജ്യസഭാ നടപടികളിലാകട്ടെ ഒക്കെ തന്നെ കാണിച്ചിരുന്ന ആ പ്രാഗൽഭ്യം അത് എതിർ രാഷ്ട്രീയക്കാരെ പോലും ആകർഷിക്കത്തക്കതായിരുന്നു. പൊതുവെ ഒരു സൗമ്യ ഭാഷയാണ് സീതാറാം യെച്ചൂരി, വളരെ പതുക്കെയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അദ്ദേഹത്തോട് ഒരു തവണ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ് ഈ രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു എക്കണോമിക് പ്രൊഫസറായി മാറുമായിരുന്നു എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സാമ്പത്തിക ശാസ്ത്രം, അതോടൊപ്പം തന്നെ രാഷ്ട്രതന്ത്രം, അങ്ങനെയുള്ള നിരവധി മേഖലകളെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ വേർപാട് ദേശീയ രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണ് എന്ന് പറയാതെ വയ്യ. 72-ാം വയസ്സിൽ സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ അത് CPIM ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രം അതിൻ്റെ അധികാരം എന്ന നിലയിലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ നാമമാത്രം എന്ന നിലയിലും, ഒരു കാലത്ത് CPIM-ൻ്റെ കോട്ടകളായിരുന്ന ബംഗാളിലും ത്രിപുരയിലും തകർന്നടിഞ്ഞ നിലയിലും നിൽക്കുമ്പോഴാണ് ആ പാർട്ടിയെ പുനരുദ്ധരിക്കാൻ ഈ സംസ്ഥാനങ്ങളിലൊക്കെ പുനർജീവൻ നൽകാൻ സീതാറാം യെച്ചൂരിയും ആ പാർട്ടിയിലെ നേതാക്കളും ശ്രമം നടത്തുന്നതിനിടെയാണ് അതിൻ്റെ അമരക്കാരനായ സീതാറാം യെച്ചൂരി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വേണു.